പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ആത്മസ്വഭാവമുള്ളവർ ഹല്ലേലൂയ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. രക്തം ലോകത്തിൽ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനം വിവിധ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന ജനമുണ്ട്. ഏകദേശം 7093 ഭാഷകളിൽ ജനം സംസാരിക്കുന്നു എന്നാണ് ഞാൻ ഒരിക്കലൊരു പുസ്തകത്തിൽ വായിച്ചത്. എങ്കിലും ഞാൻ പറയട്ടെ, ഇത്രയും ഭാഷകളിൽ ജനം സംസാരിച്ചാലും, ജനം എത്ര വിശുദ്ധിയുടെ വേഷം അണിഞ്ഞു നടന്നാലും, എത്ര ഉന്നത കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടത് ആമേൻ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിലും, ആത്മാവിന്റെ ഫലം നിങ്ങളിലുണ്ടോ? ആത്മാവിന്റെ സ്വഭാവം നിങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ ആത്മസ്വഭാവത്തിനനുസരണമാണോ നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിനെ അനുസരിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്തറിയണം. അതോ ജഡത്തിന്റെ ചിന്തയ്ക്ക് അനുസൃതമായ ജീവിതമാണോ? ജഡം പറയുന്നതാണ് കേൾക്കുന്നത്, ആത്മാവ് പറയുന്നതാണ് കേൾക്കുന്നത്. ഇത് രണ്ടും നാം തന്നെ തിരിച്ചറിയണം. ഒരേ സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ജഡവും സംസാരിക്കും, ആത്മാവും സംസാരിക്കും. അപ്പൊ അങ്ങനെ 2 വിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവന് ജഡത്തിന്റെ ചിന്ത വരുമ്പോൾ, ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിൻ്റെതായ കാര്യം ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജഡത്തിന്റെ മനസ്സുകളെ മാറ്റിവെച്ച് നിങ്ങൾ ആത്മാവിൽ ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശോധന ചെയ്യണം. നിങ്ങളുടെ ചിന്തകൾ എവിടെയാണ്, നിങ്ങളുടെ മനസ്സ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ കഴിയണം. നിങ്ങൾ ഈ ലോകത്തിന്റെ ജഡികമായ ചിന്തകൾക്കാണ് നിങ്ങളുടെ മനസ്സ് തിരിക്കുന്നെങ്കിൽ അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. പാപമോഹങ്ങൾ, ധനം, മാനം ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കാണിച്ചിട്ട് നിങ്ങളെ പാപ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുവാൻ പിശാച് നിങ്ങളെ നിർബന്ധിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജഡസ്വഭാവമുള്ളവരായി നീ ജീവിക്കാതെ ആത്മസ്വഭാവമുള്ളവരായി ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഈ കാലഘട്ടം വല്ലാത്ത ദുരന്തമാണ്, ദുരന്തം നിറഞ്ഞതാണ്, അപകടം നിറഞ്ഞതാണ്. ഏത് സമയത്തും കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, താങ്കൾ ജഡത്തിനുള്ളത് ചിന്തിക്കാതെ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മസ്വഭാവമുള്ളവനായി ആത്മാവിനുള്ളത് ചിന്തിച്ചുകൊണ്ട് ദൈവപ്രസാദം അനുസരിച്ച് ജീവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് റോമലേഖനം 12 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് ദൈവവചനം പറയുന്നത്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഉയരത്തിലേക്കായിരിക്കും. അല്ല, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഭൂമിയിലുള്ള പാപ ജീവിതത്തെ ആശ്രയിച്ചുമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നീതിയും സ്നേഹവും വിനയവും ഇന്ദ്രിയജയവും ഒക്കെ നിങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. മാത്രമല്ല, ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിന്റെ ഫലത്തിനും ആത്മാവിന്റെ സ്വഭാവത്തിനുമാണ് ജീവിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ തലമുറയിലും ഇത് കാണാൻ കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകൾ മുഴുവൻ പാപത്തിൽ നശിച്ച് പാപത്തിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യ ജീവിതം തന്നെ താറുമാറാകുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവി, താങ്കൾ ആത്മാവിന്റെ ചിന്തയെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തെയും കൂടെ നേടുവാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ മനസ്സ് എവിടെയാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് എവിടെയാണ് കേന്ദ്രീകരിച്ചത്? നിങ്ങളുടെ മനസ്സ് ആരിലാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്? ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലാണോ, അതോ ഈ ലോകത്തിന്റെ മോഹങ്ങളിലാണോ? ആണെങ്കിൽ നിങ്ങളെന്ന് മടങ്ങി വന്ന് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിലായി മാറട്ടെ. അല്ലെങ്കിൽ അധികം കാലം നിങ്ങൾക്ക് ഭൂമിയിലില്ല. താങ്കൾക്ക് ഏത് സമയത്ത് മരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സമയത്ത് സംഭവിക്കും. അതുകൊണ്ട് ഇന്നാട്ട് നാളെയാട്ട് മറ്റന്നാളാട്ടെന്ന് പറഞ്ഞ് ഒഴിവഴി പറഞ്ഞ് പോകാതെ ജഡത്തിന്റെ പ്രവൃത്തികളെ പൂർണ്ണമായി ഉരിഞ്ഞു കളഞ്ഞിട്ട്
താങ്കൾ ആത്മാവിൻ്റെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ അനുഭവത്തിലേക്ക് വരണമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്ന സദ്വർത്തമാനത്തിന് മാത്രമേ നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിലെ അനേകരും അത് സമ്മതിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം നീക്കിക്കളഞ്ഞിട്ട് നമുക്ക് ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നീ നിന്റെ കുടുംബം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ പാപത്തിന്റെ അന്ധകാരത്തിലാണ്, പാപത്തിന്റെ പടുകുഴിയിലാണ്. ഉയരുവാൻ കഴിയാതെ, രക്ഷ പ്രാപിക്കാൻ കഴിയാതെ, സമാധാനം പ്രാപിക്കാൻ കഴിയാതെ നീ നിന്റെ കുടുംബം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ മടങ്ങി വന്ന് ജഡത്തിന്റെ ചിന്തകളെ മാറ്റിവെച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉറപ്പിക്കുക. അതുകൊണ്ട് ജഡത്തിന്റെ ചിന്തകൾ മാറ്റി ആത്മാവിൻ നിയന്ത്രണമായ ഒരു ക്രൈസ്തവ ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് എന്നും സന്തോഷമാണ്. അതേസമയം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് എന്നും നിരാശകളും ദുഃഖങ്ങളും മാത്രം, എന്നും കണ്ണുനീര് മാത്രമാണ്. അനുഭവത്തെ മാറ്റി നിങ്ങൾ മടങ്ങി വരുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ലോകമെമ്പാടുള്ള ജനത്തോട് പറയട്ടെ, നിങ്ങൾക്കൊരു നിത്യത ദൈവം വെച്ചിട്ടുണ്ട്. ആ നിത്യതയിൽ നിങ്ങൾ എത്തണമെങ്കിൽ, ആ ദൈവരാജ്യത്ത് എത്തണമെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിൽ നിങ്ങൾ ജീവിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ലോകമെമ്പാടുള്ള സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവങ്ങൾ ആത്മാവുകളും ചിന്തിക്കുന്നു. കർത്താവ് ജഡത്തിന്റെ സ്വഭാവങ്ങൾ മാറ്റിവെച്ച് ആത്മാവിനോട് ചിന്തിച്ചുകൊണ്ട് നിത്യതയുടെ തുറമുഖത്ത് എല്ലാവരും കാണുവാൻ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ആരും നഷ്ടപ്പെട്ടു പോകേണ്ടയാകരുതേ. സകല ജനത്തിനും മാനസാന്തരത്തിന്റെ സന്ദേശം എത്തുവാൻ, മാനസാന്തര സുവിശേഷവും ജീവന്റെ വന്നെത്തുവാൻ, അവരുടെ ജീവിതം കർത്താവ് ക്രമീകരിക്കപ്പെടുവാൻ, അവരുടെ മനസ്സ് ഈ ദിവസങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിച്ചു വേണ്ടി ഒരു വട്ടയാകണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.